ഉണ്ണുന്നവരും ഊട്ടുന്നവരും. സാധാരണ മലയാളി, പ്രത്യേകിച്ച് മലയാളി, ഹൈജീൻ്റെ കാര്യത്തിൽ, വ്യക്തി ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണെന്ന് പറയാറുണ്ട്. മഹാഭൂരിപക്ഷം പേര് 2 നേരം കുളിക്കുക, എല്ലാ ദിവസവും കൃത്യമായി പിന്നെ ശുചിയാവുക, പല്ല് തേക്കുക, ഇങ്ങനെ പിന്നെ അതുപോലെ സാനിറ്ററി സൗകര്യങ്ങൾ ഒരുക്കുക, ഇക്കാര്യത്തിലൊക്കെ വളരെ മുന്നിലാണ്. വ്യക്തി ശുചിത്വത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ മുന്നിലാണെന്നാണ് പറയുന്നത്. നന്നായി വസ്ത്രം പിന്നെ കഴുകി ഉപയോഗിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ. പക്ഷെ മലയാളിയുടെ യഥാർത്ഥ രൂപം കാണണമെങ്കിൽ കല്യാണം പോലുള്ള ഫംഗ്ഷനുകൾക്ക് പോയാൽ മതി. നിങ്ങൾ ഇന്ന് മുതൽ ഞാൻ എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ സ്പീച്ച് അല്ലെങ്കിൽ ഈ സംഭാഷണം അല്ലെങ്കിൽ സുഭാഷിതം കേട്ട് തുടങ്ങിയതിന് ശേഷം കല്യാണങ്ങൾക്ക് പോകുമ്പോൾ, അത് നിക്കാഹിനാകട്ടെ, കല്യാണമാകട്ടെ, മരണ വീടാകട്ടെ, പാലുകാച്ചാകട്ടെ, ഭക്ഷണമുള്ള ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ വിവാഹത്തിനാണെങ്കിൽ താലികെട്ട് കഴിഞ്ഞതിന് ശേഷം, നിക്കാഹിനാണെങ്കിൽ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഇടിച്ച് കയറി അങ്ങ് ഭക്ഷണപ്പുരയിലേക്ക് പോകും. പൈപ്പിൻ്റെ മൂട്ടിൽ പോയി, ടാപ്പിൻ്റെ അടുത്ത് പോയി കൈ കഴുകുന്നവരുടെ എണ്ണം അങ്കുലി പരിമിതമായിരിക്കും. 10 പേര് പോലും കാണത്തില്ല. അവിടെ ചെന്നിരുന്ന് ചില വിദ്വാന്മാർ ചില പരിപാടികൾ കാണിക്കും, വിദ്വാന്മാരും വിദ്വൈകളും ഒക്കെ. അവിടെ ചെന്നിരുന്നതിന് ശേഷം അവിടെ ചൂടാക്കി കൊണ്ടുവച്ച് കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം എടുത്ത് കൈ കഴുകുന്ന ടീമുകളുണ്ട്. പിന്നെ സാരിയിലും ഡ്രസ്സിലും പാൻറ്റിലും മുണ്ടിലും ഒക്കെ തുടയ്ക്കുന്ന ടീമുകളുണ്ട്. അങ്ങനത്തെ ഒരു പിന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിരുന്നു. ചില കല്യാണങ്ങൾക്ക് ഇപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ വയ്ക്കും ഫംഗ്ഷനുകൾ, അതെടുത്ത് തുടയ്ക്കുന്ന പരിപാടികളുണ്ട്. എന്തായാലും മഹാഭൂരിപക്ഷം പേരും ഉണ്ണുന്നതിന് മുമ്പ്, ഭക്ഷണത്തിന് മുമ്പ് ചടങ്ങുകൾക്ക് പോയാൽ കൈ കഴുകാറില്ല. അതിനിടയിൽ എത്ര പേർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കും? വാഹനത്തിൽ പോകുന്നവരുണ്ട്, വാഹനം ഓടിച്ച് പോകുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ആണെങ്കിലും ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകാതിരിക്കുമ്പോൾ, നമ്മുടെ കൊറോണയും കോവിഡൊക്കെ വന്നപ്പോൾ നമ്മൾ പഠിച്ചതാണ്, നഖത്തിൻ്റെ ഇടയിലൊക്കെ ധാരാളമായ അണുക്കളും വൈറസും ഒക്കെ കടന്നിരിക്കാൻ സാധ്യത ഉണ്ടാവും, ബാക്ടീരിയയൊക്കെ. ഇവ നമ്മുടെ ശരീരത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ തള്ളിക്കയറുവാനുള്ള, ഇടിച്ചു കയറുവാനുള്ള, ആദ്യം കയറിയില്ലെങ്കിൽ കിട്ടൂല എന്നുള്ള വികാരം, പെട്ടെന്ന് കഴിച്ചിട്ട് ഉടനെ അവിടെ നിന്ന് പോകണമെന്നുള്ള വികാരം, ഇതെല്ലാം കൂടി ചേർത്ത് കൈ കഴുകുവാനുള്ള ഒരു വിചാരത്തെ നാം കുഴിച്ചു മൂടുന്നുണ്ട്. ഇത് നിങ്ങൾ പരീക്ഷിച്ചോളൂ. യഥാർത്ഥത്തിൽ കൈ കഴുകാതെ നാം ഭക്ഷണം കഴിക്കുമ്പോൾ ആരാണ് ഉണ്ണുന്നത്, ആരാണ് ഊട്ടുന്നത്?